അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറച്ചി ഇതാ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സമൂസയിൽ കൂട്ടാനാണ്. സമൂസ പൊരിച്ചതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഇടുന്നത് ഞെക്കാൻ പറ്റിയില്ല, മറന്നുപോയി. ഇപ്പം ഇതിൽ കിടന്നിട്ട് ആ കോഴി പൊരിച്ചതിൻ്റെ എണ്ണാണിത്. അതിന് കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വേവട്ടെ. ഒന്ന് വെന്തത് അതിൻ്റെ ലേസം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി. നിങ്ങൾ ഇന്നലെ ഇട്ടോ കരിവേപ്പില ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇഞ്ചി വാങ്ങിയില്ലല്ലേ? നമുക്ക് എന്തും മറന്നുപോയി. ഞാൻ ഇതിലേക്ക് ലേസം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റുമ്പോൾ നമുക്ക് ശരിയാവും. ഈ ലേസം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. മതി, കുറച്ച് മതി. പിന്നെ എടുക്കട്ടെ. ഈ ലേസം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ നല്ലോണം ഒന്ന് നെരിഞ്ഞ് വാടി വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതാ ഞാൻ അതിലേക്ക് ലേസം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇതാവട്ടെ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് വിചാരിക്കുന്നത്. സുഖവും സമ്മാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ മല്ലിച്ചപ്പൂ ഇറച്ചി ആട്ടിയത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഇറച്ചി പൊടിയാക്കിയത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി എങ്ങനെ നല്ലോണം പാടിയിട്ടേ ഇതിലെ ഉള്ളി ഇറച്ചിയെ കാണുള്ളൂ. ഉള്ളിലിട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, കഴിഞ്ഞിട്ട് ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അയ്യോ, ഇതൊന്നും കാട്ടില്ല. എന്നിട്ട് ഇതില് കുറച്ച് ഞാൻ പേടിച്ചാദ്യം പൂട്ടി തുറക്കാൻ മറന്നു വിചാരിച്ചു മക്കളെ. അതാണ് അയ്യോ പറഞ്ഞത്. അത് കൂടെ ഇട്ട് കൊടുത്ത് മുളകും പൊടി ഇട്ട് കൊടുത്തോ. ലേശം മുളകും പൊടി ഇട്ടോ, കുറച്ച് മതി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉണ്ടോന്ന് ആവശ്യമൊന്നും നോക്കാൻ പറ്റില്ല. നമുക്ക് ഇതാണി മല്ലിച്ചപ്പാണ് കേട്ടോ. കരിവേപ്പില ആദ്യം ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് തോനെ ഇട്ടിക്കണേന് നല്ലതാണ്, വയറ്റിന് നല്ലതാണ്. മല്ലിച്ചപ്പ് കുറച്ച് കൂടി പോയിച്ചിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ തോനെ ഇട്ടതാണ്. ഇതിൽ നമുക്ക് ലേശം ഇറച്ചി മസാലൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്താലിത് നമുക്കിത് ഉണ്ടാക്കാം. സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. കേട്ടോ, ഇട്ടെടുത്തിരുന്ന് അധികം വേണ്ട. ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. സമൂസൻ്റെ പണ്ടമായി. നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. ഇതട്ടാ സമൂസൻ്റെ ഈ അച്ച് വാങ്ങിയതാണ് ഞാൻ. ഇതിവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് കയറ്റി വെക്കണം പൊടി. ആ സമൂസൻ്റെ അച്ചിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് എല്ലാ കുയിലും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടി എടുത്തുങ്ങാണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക കേട്ടോ. വലിപ്പം വെട്ടിക്കണം. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെക്കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എൻ്റെ അമ്മേ, അങ്ങോട്ട് ഉരുള. അയ്യോ,
ഇത് മുറിക്കൽ ഇങ്ങനെ അമ്മനെ അടിക്കേണ്ടിയിരുന്നു തോന്നുന്നു. ഇതട്ടാ നമ്മൾ പരത്തി അതൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇത് നമുക്ക് ഇത് അടുത്തെടുക്കണം. ഒരു പാത്രം എടുക്കട്ടെ, അടുപ്പിച്ച് എന്നിട്ട് ഇതട്ടാ അടുക്ക്. ഇതട്ടാ നമ്മളെ സമൂസ റെഡി ആയിട്ടില്ല, പൊരിക്കണം. നമ്മളിതാ സമൂസ വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ മക്കളെ. സമൂസ വെന്തിരിക്കുന്നു. ഇതാ കുറച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെന്തുകൊണ്ടിരിക്കണ്. അതിങ്ങനെ ഇതാ അവിടെ കിടക്കണ്. നമ്മളെ നോമ്പ് തുറൻ്റെ സാധനം ഫ്രൂട്ട്സുകളൊക്കെ. സമൂസ ഇതാ വെള്ളം കലക്കിയത്. പത്തുക ഓടിവാ കേട്ടോ മക്കളെ. അതുകൊണ്ട് നിൽക്കണ്. നമ്മൾ കോരുകയാണ്. നിങ്ങൾ പാത്രം ഇടും. ഞാൻ അങ്ങനെ പൊരിച്ച് ഇങ്ങനെ കൊണ്ടിട്ട് കൊടുക്കുക കേട്ടാ മക്കളെ കഴിക്കാൻ. ആ പാത്തു ആളാട്ടാ അവളൊക്കെ. അടുത്തോ കൊണ്ടുപോയിക്കോ. ഇല്ല അങ്ങനെ പിടിച്ചോ. ഇതാ നമ്മളെ പാത്തുതാ കൊണ്ടുപോണു. അങ്ങനത്തെ അച്ച് വാങ്ങിക്കോളി മക്കളെ. ഇല്ലാത്തവർ നല്ല സുഖമാണ്. പെട്ടെന്ന് പണി കഴിയും. അതിനെക്കൊണ്ട് എൻ്റെ പണി വേഗം കഴിഞ്ഞ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.